നാം എല്ലാവരും കുട്ടികളായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും വളരെ പെട്ടെന്ന് വളർന്ന് മുതിർന്നവരെ പോലെ ആകണം എന്നുള്ളതാണ് ആഗ്രഹം. പെൺകുട്ടികൾ അമ്മമാരെ പോലെ സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങുമ്പോൾ ആൺകുട്ടികൾ മുണ്ടൊക്കെ ഉടുത്ത് അച്ഛനെ പോലെ ആകാൻ മീശയൊക്കെ വരച്ചു വെക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ മുതിർന്നു കഴിഞ്ഞാൽ ഉള്ള നമ്മളുടെ മാനസികാവസ്ഥ എന്താണ്? പിന്നീട് നമുക്ക് ടെൻഷനാണ്, അല്ലേ? ഓരോ പിറന്നാൾ വരുന്ന സമയത്തും ഓരോ പുതുവർഷം വരുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ തീയാണ്. ഈ മനോഹരമായ ഭൂമിയിൽ നിന്നും നാം വിട പറയേണ്ട സമയം ആയി വരുന്നു. അതേപോലെ തന്നെ ഇനി അങ്ങോട്ട് നമ്മളുടെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ക്ഷയിച്ചു വരും. ഈ യാഥാർത്ഥ്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ വാർദ്ധക്യത്തെ ആരും സന്തോഷത്തോടെ അല്ല എതിരേൽക്കുന്നത്. സത്യത്തിൽ നാം വാർദ്ധക്യത്തെ ഭയക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. പ്രായമായി മുടി നരയ്ക്കുന്നതും തലമുടി നഷ്ടപ്പെട്ട് കഷണ്ടിയാകുന്നതും ഒക്കെ ഒരു അംഗീകാരമാണ്. എത്രയോ ചെറുപ്പക്കാര്, കുട്ടികള് ജീവിച്ചു കൊതി തീരുന്നതിന് മുമ്പേ ഈ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ പ്രായമായിട്ടും ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം നമുക്ക് കിട്ടുന്നതാണ്. ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ നമുക്ക് പറ്റുന്ന ഒരു തകരാറുണ്ട്. നമുക്ക് ജീവിച്ച എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നാം എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റായി പോകാം. പക്ഷെ നിങ്ങളൊരു 35 വയസ്സല്ല 40 വയസ്സ് 50 വയസ്സൊക്കെ പ്രായമാകുന്ന സമയത്ത് ജീവിച്ചൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആരെയൊക്കെ വിശ്വസിക്കണം, ആരെയൊക്കെ വിശ്വസിക്കേണ്ട, എന്താണ് ചെയ്യേണ്ടത്, ജീവിതത്തിന് പക്വത വന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള ജീവിതം നമ്മളുടെ ചെറുപ്പം എങ്ങനെ നാം പ്ലാൻ ചെയ്തോ അതിനേക്കാൾ ഭംഗിയായിട്ട് പ്ലാൻ ചെയ്യാനും നടപ്പാക്കാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ്. പക്ഷെ അതിന് നമുക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ മൈൻഡ് സെറ്റ് മാറ്റണം എന്നുള്ളതാണ്. രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരണം. എന്താണ് രാഷ്ട്രീയക്കാരുടെ പ്രത്യേകത? രാഷ്ട്രീയക്കാർക്ക് പ്രായമാകാറുണ്ടോ? രാഷ്ട്രീയത്തില് ഒരു 50 വയസ്സ് 55 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചെറുപ്പമായിട്ടാണ് അവർ കാണുന്നത്. 50-ലധികം വയസ്സ് പ്രായമുള്ള ആൾക്കാരെ യുവ നേതാവെന്നാണ് അവർ വിളിക്കുക തന്നെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാർക്ക് ഇത്രയ്ക്ക് ഊർജം കിട്ടുന്നത്? അവർക്ക് ഊർജം കിട്ടുന്നതിന്റെ ഒരു കാരണം അവരുടെ ആ ഒരു പ്രൊഫഷൻ അധികം വെല്ലുവിളികളിൽ നിറഞ്ഞൊരു പ്രൊഫഷനാണ്. അവർ വളർത്തിക്കൊണ്ടുവരുന്ന ആൾ തന്നെയാണ് പലപ്പോഴും അവർക്ക് രാഷ്ട്രീയത്തിൽ പാരയായിട്ട് മാറുന്നത്. അവരൊന്ന് സജീവമല്ലാതായാൽ അവരിയ്ക്കുന്ന കസേര നഷ്ടപ്പെടും. അവർക്ക് പാഷൻ ഉള്ളത് കൊണ്ടാണ് അവർ MLA-യും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിട്ട് മാറുന്നത്. അവർക്ക് അത്രമേൽ ആ ഒരു പ്രൊഫഷനോട് ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു മേഖലയോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. അതുകൊണ്ട് അവർക്ക് വിശ്രമിക്കാൻ തോന്നില്ല. നമ്മളുടെ മുഖ്യമന്ത്രി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷെ എന്നാലും നാം കാണേണ്ടത് തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം നിൽക്കുന്നത് കണ്ടാൽ പിന്നെ നാം കാണുന്നത് ചിലപ്പോൾ എറണാകുളത്തോ കണ്ണൂരോ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും അന്നേ ദിവസം തന്നെ. നമ്മളുടെ ഈ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്ന് ഓർക്കണം. അത് നമ്മുടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, നമ്മുടെ MLA-മാരായിക്കോട്ടെ, ഇവരെല്ലാവരും, രാഷ്ട്രീയത്തിലുള്ള എല്ലാവരും, ഇനി അധികാരത്തിലില്ലാത്ത വ്യക്തികളാണെങ്കിൽ പോലും അവരെ വിശ്രമം എന്തെന്ന് അവരറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ 70-ാമത്തെ വയസ്സിലും 80-ാമത്തെ വയസ്സിലും ഒക്കെ അവർ വളരെ ആക്റ്റീവാണ്. ഇത് തന്നെയാണ് സിനിമാക്കാരുടെ മേഖലയിലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മോഹൻലാലിന് ഇനി സിനിമയിൽ അഭിനയിക്കേണ്ട ആവശ്യമുണ്ടോ? മമ്മൂട്ടിക്ക് സിനിമയിൽ അഭിനയിക്കണോ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട്? എന്തിനാണ് അവർ ഇപ്പോഴും മുഖത്ത് ചായ വിടുന്നത്? സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് പ്രയാസം കുറഞ്ഞൊരു കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഷൂട്ടിംഗ് സമയത്ത് ഡയലോഗ് കാണാതെ പഠിച്ച് പറയണ്ടേ? കണ്ണിലേക്ക് അടിക്കുന്ന ആ ശക്തമായ പ്രകാശത്തിന്റെ മുമ്പിൽ നിന്ന് അഭിനയിക്കണ്ടേ? മുഖത്ത് മേക്കപ്പ് ഇട്ട് എത്രയോ മണിക്കൂർ ഒരേപോലെ ഇരിക്കേണ്ടതായിട്ട് വരും. അവരെന്തുകൊണ്ട് അത് വീണ്ടും ചെയ്യുന്നു? അവർ പ്രായമായിട്ടും എന്തുകൊണ്ട് അവർ ആ മേഖലയിൽ നിന്ന് വിരമിക്കുന്നില്ല? അതിന്റെ കാരണം അവർക്ക് ആ മേഖലയോടുള്ള ആത്മാർത്ഥത തന്നെയാണ്, അഭിനിവേശം തന്നെയാണ്. അവർക്കൊരു പർപ്പസ് ഉണ്ട് ജീവിതത്തിന്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ സാധാരണക്കാർക്ക് അങ്ങനെ ഒരു പർപ്പസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. കഴിഞ്ഞു പോയ കാലം, നിങ്ങൾ ചെയ്ത ജോലി, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ആയിരുന്നോ? അതിൽ നിന്ന് നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടാവും? നിങ്ങളുടെ കുടുംബം എങ്ങനെയുള്ള കുടുംബമാണ്? ആ കുടുംബവും നിങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്? ജീവിതത്തിൽ നമുക്ക് എവിടെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നാം നിരന്തരം തുടർന്നുകൊണ്ടിരിക്കരുത്. നിങ്ങളൊരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നു, ആ വഴി തെറ്റിയെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? എന്തായാലും ഇത്ര ദൂരം യാത്ര ചെയ്തതല്ലേ, ഇനി തെറ്റിയതെങ്കിൽ തെറ്റി, ഞാൻ ഈ വഴി തന്നെ നേരെ പോവുകയാണ് എന്ന് പറഞ്ഞ് പോകുമോ? നമ്മൾ അവിടെ എന്താണ് ചെയ്യുന്നത്? വഴി തെറ്റിയെന്ന് നമുക്ക് ബോധ്യം വരുന്ന നിമിഷം തന്നെ നാം തിരിച്ചു നടക്കും. ജീവിതത്തിലും അതാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യമെങ്കിലും ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുതിയ വഴി വെട്ടണം. ഒരിക്കലും അവിടെ മടിച്ചു നിൽക്കരുത്.
അതേപോലെ തന്നെ ജീവിതത്തിൽ വ്യക്തമായ ഒരു ലക്ഷ്യബോധം വേണം. എനിക്ക് പ്രായമായി 40 വയസ്സായി 50 വയസ്സായി ഇനി എന്ത്, ഇതുവരെ ജീവിച്ച പോലെ ഇനി അങ്ങ് ജീവിച്ച് തീർക്കാമെന്ന് ചിന്തിക്കരുത്. ജീവിതത്തിന്റെ പകുതിയെ എത്തിയിട്ടുള്ളൂ, ഇനി പകുതി ഭാഗമുണ്ട്. ഈ പകുതി ഭാഗം ജീവിച്ച് കിട്ടിയ എക്സ്പീരിയൻസ് കൊണ്ട് ഇനി വരുന്ന ഭാഗത്തെ നിങ്ങൾക്ക് വളരെ മനോഹരമാക്കി മാറ്റി തീർക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷനിലേക്ക് നിങ്ങൾ മാറണം. അതിനു വേണ്ടിയിട്ട് ഇനിയെങ്കിലും ശ്രമിക്കണം. ഇനി നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അവിടെ വേണ്ടത്ര ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, നിങ്ങൾ ഹാപ്പിയാണ്, കുഴപ്പമില്ല. അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ പോയ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. ജീവിതകാലം മുഴുവൻ നമ്മൾ ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. പഠിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് വേണം. നമുക്ക് പുതിയ പുതിയ സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കണം. ജയറാമിന്റെ കാര്യം തന്നെ ഒരു ഉദാഹരണമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു, ധാരാളം പണം ഉണ്ടാക്കി, പ്രശസ്തി ഉണ്ടാക്കി. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ചെണ്ട പഠിക്കണമെന്ന് തോന്നിയത്, ചെണ്ടമേളം പഠിക്കണമെന്ന് തോന്നിയത്. അദ്ദേഹം നല്ല രീതിയിൽ അത് പഠിക്കുകയും അതിനുശേഷം പല വേദികളിലും അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രമുഖരായ ഏത് വ്യക്തികളെ നോക്കിയാലും, ക്രിക്കറ്റ് താരങ്ങളായിക്കോട്ടെ, അവർ ക്രിക്കറ്റിൽ നിന്നൊക്കെ വിരമിച്ചു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുന്നത്? വാർദ്ധക്യമായെന്ന് പറഞ്ഞ അവർ വീട്ടിലിരിക്കുകയാണോ ചെയ്യുന്നത്? അവർ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ തുടങ്ങിയിട്ട് പുത്തനായിട്ട് വരുന്ന കൂട്ടുകാർക്ക്, പുത്തനായിട്ട് കടന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് അത് പഠിപ്പിക്കുന്ന പല സ്ഥാപനങ്ങളുമായിട്ട് അവർ സാമൂഹികമായിട്ടൊക്കെയുള്ള പ്രവർത്തനമായിട്ട് അവർ രംഗത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, വാർദ്ധക്യം ശരീരത്തെ ബാധിക്കുന്നതിന് മുമ്പ് ബാധിക്കുന്നത് നമ്മളുടെ മനസ്സിനെയാണ്. നാം സാധാരണക്കാരുടെ എല്ലാം മനസ്സിലെ ചിന്ത ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒരു സേഫ് സോണിലേക്ക് മാറണം എന്നുള്ളതാണ് നമ്മളുടെ ചിന്ത. നാം ജോലി ചെയ്യുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിശ്രമത്തെ പറ്റി ചിന്തിക്കരുത്. എത്ര നാളും നിങ്ങൾ ജീവിക്കുന്നു അത്രയും നാളും നാം അധ്വാനിച്ച് തന്നെ ജീവിക്കണം. അധ്വാനം അതൊരു ആരാധനയാണ്. അതിൽ നിന്ന് പിന്തിരിയുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ പിന്തിരിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാർദ്ധക്യം വരും, പെട്ടെന്ന് നമുക്ക് രോഗങ്ങൾ വരും. ഇരുമ്പ് പ്രവർത്തിക്കാതിരുന്നാൽ, ഉപയോഗിക്കാതിരുന്നാൽ അത് തുരുമ്പ് പിടിക്കില്ലേ? നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന കാറ് എല്ലാ ദിവസവും അത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നില്ലെങ്കിൽ, അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിന്റെ ബാറ്ററിയുടെ ഒക്കെ ചാർജ് കുറയില്ലേ? ഇതേപോലെയാണ് നമ്മളുടെ മനുഷ്യനും. മനുഷ്യർ കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളുടെ കഴിവുകൾ വർദ്ധിക്കുന്നത്, നമുക്ക് വെല്ലുവിളികളെ നേരിടാൻ പറ്റുന്നത്, നമ്മളുടെ മനസ്സും ശരീരവും എല്ലാം കൂടുതൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. നമ്മൾ കംഫർട്ട് സോണിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ അത് നമ്മളെ കൂടുതൽ തളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പർപ്പസ് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അതിനു വേണ്ടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, നിങ്ങളുടെ സ്കില്ലുകൾ എന്ത് ചെയ്യുക, വർദ്ധിപ്പിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് പുതിയ പുതിയ കൂട്ടുകാരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കണം. അത് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും നമ്മളുടെ കൂട്ടുകാരായിട്ട് വരികയും വേണം. പുതിയ തലമുറയുമായിട്ട് നമ്മൾ നല്ല ബന്ധം സ്ഥാപിക്കണം. കാരണം അതിന്റെ ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്ന് അറിയാമോ? എപ്പോഴും ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാൻ പറ്റുന്നത് കുഞ്ഞുങ്ങൾക്കാണ്. അവരാണ് നമ്മളെക്കാളും മുമ്പേ സമൂഹത്തിൽ ഉണ്ടാകുന്ന പുതിയ പുതിയ ടെക്നോളജിയൊക്കെ അവരാണ് പഠിക്കുന്നത്. നമ്മൾ ഇന്ന് ഡിജിറ്റൽ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ എല്ലാ വിഭാഗം ആൾക്കാരുമായിട്ട് നമ്മളൊരു സൗഹൃദം നിലനിർത്തുന്നത് നല്ലതാണ്. വാർദ്ധക്യത്തിൽ നമുക്ക് ഏറെ ആവശ്യവുമാണ്. ഒരു പക്ഷേ ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, നമ്മളുടെ കുടുംബം നമ്മളുടെ ആവശ്യം കഴിയുമ്പോൾ, നമ്മൾ രോഗിയാകുമ്പോൾ, നമ്മൾ പ്രായമാകുമ്പോൾ നമ്മളെ നോക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ പുറത്തുനിന്ന് നമ്മളെ അന്വേഷിച്ചു വരുന്ന ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. അത് നമുക്കൊരു ധൈര്യം പകരും. അതുകൊണ്ട് അങ്ങനെ നല്ല ബന്ധങ്ങൾ നമ്മുടെ മാനസികമായിട്ടുള്ള സന്തോഷത്തിനും അതുപോലെ നമ്മുടെ സുരക്ഷിതത്വത്തിനും ഒക്കെ ആവശ്യമാണ് നല്ല ബന്ധങ്ങൾ. അതുകൊണ്ട് എപ്പോഴും ആയതിനു ശേഷം നാം തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയി, ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായി. അതുകൊണ്ട് ഇനി നാം കണ്ടെത്തുന്ന ബന്ധങ്ങളെല്ലാം തന്നെ നല്ല ബന്ധങ്ങളായിരിക്കും. ചെറുപ്പത്തിൻ്റെതായ പക്വത കുറവുണ്ടാവില്ല. അങ്ങനെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നാം നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, അതായത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നാം വാർദ്ധക്യത്തെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് ഒരു മധ്യവയസ്സ് പിന്നിടുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി മൂന്നാമത് പറയുന്നത് ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ്. മക്കളെ നമുക്ക് വളർത്താം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഒരു കാരണവശാലും കൊച്ചുമക്കളെ വളർത്തുന്നതിനെ പറ്റി ചിന്തിക്കുകയേ ചെയ്യരുത്. അത് നമ്മുടെ ഡ്യൂട്ടിയേ അല്ല. കൊച്ചുമക്കളെ വളർത്തേണ്ടത് മക്കളുടെ ഡ്യൂട്ടിയാണ്. നാം കൊച്ചുമക്കളെ വളർത്താൻ പോയാൽ അവിടെ സംഘർഷമാണ് ഉടലെടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും പല മാതാപിതാക്കളും അവരുടെ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ആ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാറുണ്ട്. എന്താണ് അതിന്റെ സൂചന? ഒരാൾ ആ ആളുടെ മകനെ അല്ലെ മകളെ വിളിക്കാൻ വേണ്ടി കൃത്യമായിട്ട് സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹം ചെയ്യുന്ന പ്രൊഫഷനിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഒരു ആക്ടിവിറ്റി ഇല്ല എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് വാർദ്ധക്യത്തിലും. നമ്മുടെ കൊച്ചുമക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും വിളിക്കാനും ഒക്കെ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നാം നമ്മളുടെ കുടുംബത്തിലേക്ക് ചുരുങ്ങി പോകുന്നു എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞ ജീവിതത്തിന്റെ ഒരു പർപ്പസ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ആ കുടുംബത്തിലേക്ക് ചുരുങ്ങിയാണ്. അത് ശരിക്കും ആ കുടുംബത്തിന് ദോഷമാണ് ചെയ്യുന്നത്.
നിങ്ങൾ കുടുംബത്തിലേക്ക് ഒതുങ്ങുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ മനസ്സ് പഴയ മനസ്സാണ്. 50 വർഷം 60 വർഷം പഴക്കമുള്ള മനസ്സാണ്. അന്ന് നാം കണ്ടുവന്ന മൂല്യങ്ങളും പെരുമാറ്റ രീതികളുമാണ് നമുക്കറിയാവുന്നത്. ഈ പുതിയ തലമുറയിലേക്ക് അത് അടിച്ചേൽപ്പിക്കാനാണ് നമ്മൾ നോക്കുന്നത്. കാലഘട്ടം മാറിയിട്ടുണ്ട്. ഒരിക്കലും ശരിയായ രീതിയിൽ കൊച്ചുമക്കളെ നമുക്ക് മുന്നോട്ട് നല്ല ഉപദേശം കൊടുത്ത് നയിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. നാം കൊടുക്കുന്ന ഉപദേശം പഴഞ്ചനായി പോവും, കാലഘട്ടത്തിന് അനുയോജ്യം ആയതാവില്ല. അതുകൊണ്ട് ആദ്യ സമയത്ത് അവർക്ക് ഒരു ആശ്വാസമായിരിക്കും. മക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാനും ജോലിക്ക് പോകുമ്പോഴും ഒക്കെ കുഞ്ഞുങ്ങളെ മുത്തച്ഛന്റെയും അതേപോലെ തന്നെ മുത്തശ്ശിയുടെയും ഒക്കെ അടുത്ത് ഏൽപ്പിക്കുന്നത് അവർക്കൊരു ഉപകാരമാണ്. ക്രമേണ ഈ മുത്തശ്ശിയും മുത്തച്ഛനും ഒക്കെ കുട്ടികളുമായിട്ട് സംഘർഷത്തിലേക്ക് അത് മാറും. മാതാപിതാക്കൾക്കും അതൊരു ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങളുടെ മക്കൾ കൊച്ചുമക്കളെ വളർത്തില്ലേ? തീർച്ചയായും വളർത്തുമല്ലോ. അവർ ഉപേക്ഷിക്കുകയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയില്ലെങ്കിലും അവരതിനൊരു പരിഹാരം കണ്ടെത്തും. നമ്മളുടെ വാർദ്ധക്യം, ആ ഒരു വാർദ്ധക്യം നാം എൻജോയ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന, അതേസമയം ഇത്രയും നാളത്തെ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ നല്ല കാര്യങ്ങൾ അത് സമൂഹത്തിലൂടെ പ്രയോജനം ചെയ്യുന്ന തരത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ ബിസി ആണെങ്കിൽ ഉറപ്പായി നമുക്ക് ഈ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മരുമക്കളെ അല്ലെ മക്കളെ കുറ്റം പറഞ്ഞ് അവരെ തിരുത്തി അവരെ ഉപദേശിച്ച് അവരോടൊപ്പം നിൽക്കേണ്ടതായിട്ട് വരത്തില്ല. നല്ല ജീവിത മാതൃക അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. നാം വാർദ്ധക്യത്തിലും ജീവിതത്തിന്റെ പുരോഗതിയെ പറ്റി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതാണ് കൊച്ചുമക്കൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും നല്ല വഴി. ഉപദേശം കൊണ്ട് ഇന്ന് വരെ ലോകത്ത് ഒരാളും നന്നായിട്ടില്ല. ഉപദേശം ആർക്കും ഇഷ്ടവുമല്ല. ഇവിടെ നമ്മൾ പ്രായമായി കഴിഞ്ഞ് സൗഹൃദ ബന്ധം സൃഷ്ടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ പ്രായക്കാരുമായിട്ടും സുഹൃത്ത് ബന്ധം വേണമെന്ന് പറഞ്ഞു. പലപ്പോഴും മുതിർന്നവർക്ക് അതിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവരുടെ ഉപദേശമാണ് പ്രശ്നം. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആൾക്കാരെ നമ്മൾ ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടിയിട്ട് നോക്കും. നമ്മളുടെ പഴയകാല അനുഭവങ്ങൾ അവരോട് പറയാൻ വേണ്ടി ശ്രമിക്കും. കേൾക്കാൻ ആഗ്രഹമുള്ളവരോട് മാത്രമേ അത് പറയാൻ നാം പോകാവൂ. ഒരിക്കലും ഒരു ഉപദേശിയുടെ റോളിൽ നാം വരാനും പാടില്ല. ഇങ്ങനെ ജീവിതത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടു കൂടി വാർദ്ധക്യം എങ്ങനെയാണ് നിങ്ങൾ ചെലവഴിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റി വ്യക്തമായ ഒരു ജീവിത വീക്ഷണത്തോടു കൂടിയാണ് നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും. നിങ്ങൾക്ക് തികച്ചും ആത്മവിശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഒരു വലിയ ഒരു രാജാവിനെ പോലെ ഹാപ്പിയായിട്ട് ജീവിച്ച് ഒരു സന്യാസിയെ പോലെ സമാധാനപൂർണമായ ഒരു മനസ്സുമായി ഈ ഭൂമിയിൽ നിന്നും വിട പറയാനുള്ള അവസരം കിട്ടും. നിങ്ങളുടെ അത്തരത്തിലുള്ളൊരു ജീവിതം എല്ലാവർക്കും മാതൃകയും ആയിരിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.